സ്വർണത്തിന്റെ വിലയിൽ വൻ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 22 ക്യാരറ്റിന് ഒറ്റ ദിവസം കൊണ്ട് മാറിയത് 1275 രൂപയായിരുന്നു ഒരു ഗ്രാമിന്. അതായത് പവന് 10200 രൂപ എന്ന നിലയിലുള്ള വർധനമാണ്. ചരിത്രത്തിൽ തന്നെ ഒരു ദിവസം ഒറ്റയടിക്ക് ഇത്രയും അധികം തുക വർദ്ധിക്കുന്നത് ആദ്യമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോൾ പാർവതി, അതോടൊപ്പം തന്നെ കൊച്ചിയിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ. ആദ്യം പാർവതിയിലേക്ക് പോകുമ്പോൾ, പാർവതി, ഈ ഇറക്കുമതി തീരുവ ഉയർത്തിയ പശ്ചാത്തലത്തിൽ വിലവർദ്ധനവ് പ്രതീക്ഷിച്ചതാണ്. വലിയ വർധനവാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. ഒരു പവന് ഏതാണ്ട് 10000 രൂപയുടെ മാറ്റം. അതെ, സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് അഭിലാഷ് ഉണ്ടായിരിക്കുന്നത്. സ്വർണം വാങ്ങാനും ഒപ്പം തന്നെ ലാഭമെടുക്കാനുമുള്ള ഒരു തിരക്ക് വിപണിയിലും പ്രതിഫലിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് വലിയ വിലവർധനവാണ് സ്വർണത്തിന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് പവന് 10200 രൂപ ഒറ്റയടിക്ക് കൂടി 1,23,120 രൂപയായി ഇന്നത്തെ വില. ഒപ്പം ഗ്രാമിന് 1275 രൂപയുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ഗ്രാമിന്റെ വിലയും 10000-ത്തിലേറെയാണ്. 18 ക്യാരറ്റ് ഗ്രാമിന് 1040 രൂപ ഉയർന്ന് 12640 രൂപയായി. ഒപ്പം 14 ക്യാരറ്റ് ഗ്രാമിന് 9845 രൂപയാണ് ഇന്നത്തെ വില. 9 ക്യാരറ്റിന് 6345 രൂപയുമായിട്ടുണ്ട്. വെള്ളിയുടെ വിലയും ഗ്രാമിന് 30 രൂപ ഉയർന്ന് 3200 രൂപയായിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യം തന്നെയാണ് സ്വർണ്ണ വിലയിലും ഇത്രയും വർധനവുണ്ടാവാൻ കാരണമായി വിലയിരുത്തുന്നത്. ഇതിന് പിന്നാലെ ഒപ്പം കഴിഞ്ഞ ദിവസം സാമ്പത്തിക ആഘാതം ലഘൂകരിക്കാനായി മിതവ്യയം പാലിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അസാധാരണമായ ഒരു തിരക്ക് സ്വർണ്ണ വിപണിയിൽ സ്വർണം വാങ്ങാനായി അനുഭവപ്പെട്ടത്. കേരളത്തിൽ ഇന്ന് പവന് 10200 രൂപയാണ് കൂടിയത്. അതോട് സാധാരണക്കാർക്ക് നമുക്ക് സ്വർണം വാങ്ങണമെങ്കിൽ 1.5 ലക്ഷത്തോളം രൂപ ചിലവാക്കേണ്ട അവസ്ഥ വരും. പണിക്കൂലിയും പണിക്കുറവും ഉൾപ്പെടെയുള്ളവ കൂടി കണക്കാക്കുമ്പോൾ അത്രയേറെ രൂപ നൽകേണ്ടിയും വരും. പ്രത്യേകിച്ച് വിവാഹ സീസൺ അടുത്തിരിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം സമ്പദ് വ്യവസ്ഥയെ ബാധിക്കാതിരിക്കാൻ ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ ആഹ്വാനം. വരും ദിവസങ്ങളിൽ സ്വർണത്തിനുമേൽ കർശന നിയന്ത്രണങ്ങൾ വരുമെന്ന അഭ്യൂഹം ഇതേ തുടർന്ന് ശക്തമായിരുന്നു. ഇതും വിപണിയിൽ പ്രതിഫലിക്കാൻ കാരണമായി. തീരുവ ഉയർത്തി വിജ്ഞാപനം വന്നതോടെ രാജ്യത്തൊട്ടാകെ സ്വർണ്ണവിലയിൽ വലിയ കുതിപ്പാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. സ്വർണത്തിന്റെ ഇറക്കുമതി തീരുവ കേന്ദ്ര സർക്കാർ 15% ഉയർത്തിയത്. ഇത് നേരത്തെ 6%. സാധാരണക്കാരെ വലയ്ക്കുന്നൊരു നടപടിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതും. വലിയ വില നൽകി സ്വർണം വാങ്ങേണ്ട സാഹചര്യവുമാണ് ഉണ്ടായിരിക്കുന്നത്. അഭിലാഷ്, യെസ്, ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. തീർച്ചയായും ഈ സ്വർണത്തിന്റെ വില വർദ്ധിക്കുമ്പോൾ അത് പാർവതി സൂചിപ്പിക്കുന്ന പോലെ തന്നെ സാധാരണക്കാരായ ആളുകളിൽ ഉൾപ്പെടെ വലിയ തോതിൽ ആശങ്ക സൃഷ്ടിക്കുന്ന ഒന്നാണ്. അതിന് കാരണം പലരും ആഭരണം എന്നതിനപ്പുറത്തേക്ക് ഒരു നിക്ഷേപം എന്ന നിലയിലും സ്വർണം സൂക്ഷിക്കാറുണ്ട് എന്നത് തന്നെയാണ്. ഇപ്പോൾ പെട്ടെന്ന് ഒരു പണത്തിൻ്റെ ആവശ്യം വന്നാൽ ഈ സ്വർണം എന്നത് നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ അത് പണയം വയ്ക്കുകയോ വിൽക്കുകയോ ചെയ്യാം എന്നതാണ് ഈ പലരും സ്വർണത്തെ നിക്ഷേപമായി കണക്കാക്കാൻ കാരണം. പക്ഷേ മലയാളികളെ സംബന്ധിച്ചിടത്തോളം സ്വർണത്തോടൊരു ഭ്രമം നേരത്തെ മുതൽ ഉണ്ട് എന്നതുകൂടി എടുത്തു പറയേണ്ടതാണ്. സ്വർണ്ണ വിപണി എന്നത് എപ്പോഴും സജീവമാണ്. വിവാഹ സീസണുകളിൽ ആണ് സ്വർണം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ ഒരു സീസണാണ് മുന്നിൽ നിൽക്കുന്നത്. അതിനിടയിലായിരുന്നു പ്രധാനമന്ത്രിയുടെ ഈ ആഹ്വാനം ഉണ്ടായത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.